സ്നേഹമുള്ളവരെ, മഹാനായ വിശുദ്ധ ബേസിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ വിശ്വാസിയുടെയും അരികിൽ അവന്റെ സംരക്ഷകനും അവനെ ജീവനിലേക്ക് നയിക്കുന്ന ഇടയനുമായി ഒരു മാലാഖ നിലകൊള്ളുന്നുണ്ട്. ഈ വാക്കുകൾ പോലെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംരക്ഷകനായും ഇടയനുമായി നമ്മെ നയിക്കുന്ന ഒരു ദൈവദൂതൻ, ഒരു കാവൽ മാലാഖ നമ്മോടൊപ്പം എന്നുമുണ്ട്. ബൈബിളിൽ പല പുസ്തകങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കും. കെരൂബിൻ മാലാഖമാർ സംരക്ഷകരായി നിൽക്കുന്നതും, ദൈവദൂതന്മാർ ലോത്തിനെ സംരക്ഷിക്കുന്നതും, മരുഭൂമിയിൽ ഹാഗാറിനെ സഹായിക്കുന്നതും, ഏലിയായ്ക്ക് ഭക്ഷണം നൽകുന്നതും, ബാലാമിന്റെ മനസ്സ് മാറ്റുന്നതും, മറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നതും, ഔസേ പിതാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നതാണ്. ഈ യുഗത്തിലും മാലാഖമാർ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഒരു കരുതലായി, കാവലാളായി മാറുന്നു. സ്നേഹവും കരുണയും നീതിയും പാവങ്ങൾക്ക് അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ട്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ഇത്തരത്തിലുള്ള ജീവിച്ചിരിക്കുന്നവരുമായ അനേകം ദൃശ്യരായ മാലാഖമാരെ കാണാൻ സാധിക്കും. എത്രയോ വ്യക്തികൾ മറ്റുള്ളവർക്കായി ജീവിതം സമർപ്പിച്ച് മാലാഖമാരായി ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന മാലാഖമാർ ആകേണ്ടവരാണ്. മറ്റുള്ളവർക്ക് ഒരു താങ്ങായി, തണലായി ജീവിക്കാൻ, ഒരു മാതൃകയാവാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്ന വലിയൊരു സംരക്ഷണ പ്രാർത്ഥനയാണ് 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിൽ 11-12 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു: നമ്മുടെ വഴികളിൽ നമ്മളെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നമ്മളെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒരിക്കൽ ഒരു ബാലൻ, പഠിക്കാൻ മിടുക്കൻ, താൻ കണ്ടെത്തുന്ന തൻ്റെ കഴിവുകളെ വളർത്താൻ തൻ്റെ കഴിവിനൊത്ത് പരിശ്രമിക്കുന്നവൻ, എല്ലാവരുടെയും പ്രിയങ്കരൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. എന്നാൽ ആ യാത്രയിൽ താൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത വിധം ഒരു അനുഭവം ഉണ്ടാവുകയാണ്. തൻ്റെ കുടുംബം യാത്ര ചെയ്തിരുന്ന ആ വാഹനം അപകടത്തിൽപ്പെടുന്നു. എന്തിൻ്റെയോ നിരർത്ഥക നിമിഷങ്ങളിൽ, ആരുടെയൊക്കെയോ നിർഭാഗ്യ സമയങ്ങളിൽ അവൻ്റെ കുടുംബത്തിലെ അവനൊഴിച്ച് ബാക്കി എല്ലാവരും മരണമടയുകയാണ്. ആശുപത്രിയിൽ അവന് ബോധം വന്നു. അവൻ്റെ കണ്ണു തുറന്നു. തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അന്വേഷിക്കുകയാണ്. എന്നാൽ അവൻ തൻ്റെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഈ ഭൂമിയിൽ തൻ്റെ ഒപ്പം ജീവിക്കാൻ തൻ്റെ അപ്പനില്ല, തൻ്റെ അമ്മയില്ല, തൻ്റെ സഹോദരങ്ങളില്ല. എന്തിനു പറയണം, തൻ്റെ കാലുകൾ, ഇരു കാലുകളുമില്ല. അങ്ങനെ അവൻ ആശുപത്രി വിട്ടു. വർഷങ്ങൾ കടന്നുപോയി. ആ ബാലൻ വളർന്ന് ഒരു യുവാവായി. തൻ്റെ കഴിവുകളിൽ വിശ്വാസമുള്ളത് കൊണ്ടും തൻ്റെ ഉള്ളിൽ കെടാത്ത അഗ്നിയുള്ളത് കൊണ്ടും കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കാൻ പോയി. പലപ്പോഴും ക്ഷീണിച്ച് തളർന്നു. മതിയാക്കി പോകാമെന്ന് കരുതി. എന്നാൽ താൻ വിശ്വസിക്കുന്ന പരമസത്യത്തിൽ സ്നേഹപിതാവായ ദൈവത്തെ വിളിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ ആരോ എടുത്ത് ഞാൻ സ്വപ്നം കണ്ട, ഞാൻ ആഗ്രഹിച്ച, ഞാൻ പരിശ്രമിച്ച ആ ലക്ഷ്യം കീഴടക്കാൻ എന്നെ സഹായിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി അതൊരു ശക്തിയായിരുന്നു, അതെൻ്റെ ഒരു ബലമായിരുന്നു, അതെൻ്റെ കാവൽ മാലാഖയായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ അവസാന താളുകളിൽ എഴുതുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കരുതലുള്ള കരങ്ങൾ, മാറിപ്പോകാത്തതും കുറുകിപ്പോകാത്തതുമായ കരങ്ങൾ. ആ കരങ്ങൾ നീട്ടിക്കൊണ്ട് അവിടുന്ന് പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് അദ്ദേഹം ചേർക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ വഴികളിൽ നമ്മളെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നമ്മളെ കൈകളിൽ വഹിച്ചുകൊള്ളും. വ്യക്തിപരമായ കരുതലും സംരക്ഷണവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ചുറ്റിലും മരണത്തിൻ്റെ മണി മുഴങ്ങുമ്പോഴും മഹാമാരിയുടെ വ്യാപ്തി വലുതാകുമ്പോഴും പ്രത്യാശ ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടത് എൻ്റെ പിതാവായ ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ നിയതാവ് എന്ന വിശ്വാസം ഒന്ന് മാത്രമാണ്. ദൈവം നമുക്കായി നൽകിയ കാവൽ മാലാഖമാരോട് ചേർന്ന് നമ്മുടെ മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കാം. കാവൽ മാലാഖയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് അനുനിമിഷം നമുക്ക് വളരാം.